ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ്. സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള PSCയുടെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ ഒരു 20 ക്വസ്റ്റ്യൻസും കൂടിയാണ് കേട്ടോ. സോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ ഫോർമുല ഫോർ അമോണിയേറ്റഡ് മെർക്കുറി ഈസ്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? NH2HgCl, NH4HgCl, NH3HgCl, NH2HgNH2. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഏതാണ്? അമോണിയേറ്റഡ് മെർക്കുറിയുടെ കെമിക്കൽ ഫോർമുല ഏതാണ്? ദാറ്റ് ഈസ് NH2HgCl ആണ് അല്ലേ. സോ നമ്മൾ അമോണിയേറ്റഡ് മെർക്കുറി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള സിനോണിം കൂടി ഒന്ന് നോക്കുക കേട്ടോ. അമോണിയം ക്ലോറൈഡ്സ് ഓഫ് മെർക്കുറി എന്ന് നമ്മളിതിനെ പറയും. അമോണിയം ക്ലോറൈഡ്സ് ഓഫ് മെർക്കുറി എന്ന് നമുക്കിതിനെ പറയാം. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു സിനോണിമാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നതും ഈ പറയുന്ന അമോണിയേറ്റഡ് മെർക്കുറിയാണ്. സോ അതുപോലെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് യൂസ് ചെയ്യുന്നത് ഇമ്പറ്റിഗോയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം സോറിയാസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5% ആണെങ്കിൽ നമ്മൾ സ്റ്റെഫൈലോക്കൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഓയിൻമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. 3% നമുക്ക് ഒഫ്താൽമി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞെന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് മേ ബി യൂസ്ഡ് ആസ്. ഏതൊക്കെയാണ് എന്താണ് അമോണിയം ക്ലോറൈഡിൻ്റെ ഒരു യൂസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എക്സ്പെക്ടോറൻറ്റ്, സിസ്റ്റമിക് ആസിഡിഫയർ, ഡയൂററ്റിക്, ഓൾ ഓഫ് ദി അബോവ്. അമോണിയം ക്ലോറൈഡ് ഈ പറഞ്ഞ പോലെ NH4Cl അല്ലേ അമോണിയം ക്ലോറൈഡ്, അത് നമുക്ക് അറിയാം എക്സ്പെക്ടോറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിസ്റ്റമിക് ആസിഡിഫയർ ആണല്ലോ, അതെ. അതുപോലെ ഡയൂററ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്നതാണ് അല്ലേ. സോ അമോണിയം ക്ലോറൈഡ് ഒരു കാര്യം ഓർക്കുക, ലെഡിൻ്റെ പോയിസണിങ് നമുക്ക് അമോണിയം ക്ലോറൈഡ് ഉപയോഗിക്കാം കേട്ടോ. കാരണം അതെന്താണ്, ഒരു ഡയൂററ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിന്. ഓക്കെ, സോ നമുക്ക് ലെഡ് പോയിസണിൽ ഉപയോഗിക്കാം, അതൊന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ആൻറ്റിമണി പൊട്ടാഷ്യം ടാർട്ടാറേറ്റ് ഈസ് ട്രൂ. ഓക്കെ, അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ടേസ്റ്റ് ഈസ് സ്വീറ്റ് ആണ്. ഇറ്റ്സ് ക്രിസ്റ്റൽസ് എഫ്ലോറസെൻറ്റ് വെൻ എക്സ്പോസ് ടു ഡ്രൈ എയർ. ഇറ്റ് ഈസ് ആൻ എമറ്റിക്, ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, സോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ടേസ്റ്റ് സ്വീറ്റ് ആണോ? അതെ അല്ലേ. അതുപോലെ തന്നെ ഇത് ഡ്രൈ എയറിനോട് എക്സ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, ആ വാട്ടർ ക്രിസ്റ്റലൈസേഷൻ നമ്മൾ പറയും അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടിട്ട് അത് എന്ത് ചെയ്യും? അൺഹൈഡ്രസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് പ്രോപ്പർട്ടി കോൾഡ് എഫ്ലോറസെൻസ് അല്ലേ. സോ നമ്മളത് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണിത്? ട്രൂ ആണ്. ഇറ്റ് ഈസ് ആൻ എമറ്റിക്കും ആണ് അല്ലേ. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബോവ്. ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ആൻറ്റിമണി പൊട്ടാഷ്യം ടാർട്ടാറേറ്റിൻ്റെ ട്രൂ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ക്യാൻ ബി അഡ്മിനിസ്ട്രേഡ് ബൈ ഓറലി, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ, ഓൾ ഓഫ് ദി അബോവ്. സോ കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് പറഞ്ഞാൽ ഓറലി കൊടുക്കാൻ പറ്റും, IM-ഉം IV-യും കൊടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം ഓൾ ഓഫ് ദി അബോവ് ആണ് വരിക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ഓൾസോ നോൺ ആസ് ക്ലോറിനേറ്റഡ് ലൈം എക്സെപ്റ്റ്. ഓക്കെ, അപ്പോൾ ക്ലോറിനേറ്റഡ് ലൈം എന്ന് അല്ലാത്തത്, അങ്ങനത്തെ ആ ഒരു സിനോണിം ഇല്ലാത്ത ആളാരാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ. സ്ലേക്കഡ് ലൈമുണ്ട്, ക്ലോറൈഡ്സ് ഓഫ് ലൈമുണ്ട്, ബ്ലീച്ചിങ് പൗഡർ ഉണ്ട്, കാൽഷ്യം ക്ലോറോ ഹൈപ്പോക്ലോറേറ്റ് ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത് അല്ലേ. ക്ലോറിനേറ്റഡ് ലൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് എ ബ്ലീച്ചിങ് പൗഡർ അല്ലേ. ബ്ലീച്ചിങ് പൗഡറാണ് CaOCl. ഇതാണ് അതിൻ്റെ ഒരു കെമിക്കൽ ഫോർമുല. ഈ ബ്ലീച്ചിങ് പൗഡർ തന്നെ നമുക്ക് ക്ലോറൈഡ്സ് ഓഫ് ലൈം എന്നും പറയാം, കാൽഷ്യം ക്ലോറോ ഹൈപ്പോക്ലോറേറ്റ് എന്നും പറയാം. സോ ഇതിന് ആൻസർ ഏതാ വരിക? ആൻസർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ലേക്കഡ് ലൈമാണ്. സ്ലേക്കഡ് ലൈം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ നമുക്ക് സംശയം വരും അല്ലേ. ഇറ്റ് ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് സ്ലേക്കഡ് ലൈം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്ലേക്കഡ് ലൈമാണ് ഇതിലൊരു എക്സെപ്ഷണൽ കേസായിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും എന്താണ്? ക്ലോറിനേറ്റഡ് ലൈമിൻ്റെ തന്നെ സിനോണിംസ് ആണ്. സോ ആൻസർ ഈസ് എ, ഓപ്ഷൻ എ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കെമിക്കൽ നെയിം ഓഫ് ഡാപ്സോൺ ഈസ്. ഡാപ്സോണിൻ്റെ കെമിക്കൽ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാപ്സോണിൻ്റെ സ്ട്രക്ചർ അറിയണം, എന്നാലല്ലേ ഡാപ്സോണിൻ്റെ കെമിക്കൽ നെയിം പറയാൻ പറ്റുള്ളൂ. സോ ഡാപ്സോണിൻ്റെ സ്ട്രക്ചർ വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറുകളാണ് ഡാപ്സോൺ എന്ന് പറയുന്നത്. സോ ഡാപ്സോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഇതാണ് ഡാപ്സോണിൻ്റെ സ്ട്രക്ചർ അല്ലേ. സോ NH2 ഇങ്ങോട്ടും വരും. സോ നമുക്കറിയാം 1 2 3 4 അല്ലേ. 4 4 എന്താണിത്? 4 4 ഡൈ അമിനോ ഡൈ ഫിനിൽ സൾഫോൺ
അല്ലേ. 4,4-ഡൈഅമിനോ ഡൈഫിനൈൽ സൾഫോൺ, ഇതാണ് ഡാപ്സോണിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. സോ ഇതിലെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞാൽ 4,4-ഡൈമീഥൈൽ ഡൈഫിനൈൽ സൾഫോൺ, ഇതാണോ? അല്ല. 4,4-ഡൈ-ഈഥൈലാണോ? ഇതേ ഗ്രൂപ്പ് ഇല്ലല്ലോ. ഡൈഫിനൈൽ സൾഫോൺ, അപ്പോൾ ഇതും അല്ല. 4,4-ഡൈഅമിനോ ഡൈഫിനൈൽ സൾഫോൺ, അല്ലേ, ഇതാണ് എൻ്റെ ആൻസറായിട്ട് വരിക. ഇവിടെ സൾഫണമൈഡ് എന്ന് എഴുതിയിരിക്കുന്നത്, സോ ഇതല്ല. ഓക്കെ, 4,4-ഡൈഅമിനോ ഡൈഫിനൈൽ സൾഫോൺ എന്നുള്ള പേരാണ് ഡാപ്സോണിൻ്റെ കെമിക്കൽ നെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ആൻറ്റിഫംഗൽ ആൻറ്റിബയോട്ടിക്സ് എക്സെപ്റ്റ്. ആൻറ്റിഫംഗൽ ആൻറ്റിബയോട്ടിക് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്, അല്ലേ. ഗ്രിസിയോഫൾവിൻ, നൈസ്റ്റാറ്റിൻ, ടൊൾനാഫ്റ്റേറ്റ്, ആംഫുഡറിസിൻ, ഈ 4 ഓപ്ഷനാണുള്ളത്. സോ നമുക്കറിയാം ആൻറ്റിഫംഗൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 3 സബ് ഡിവിഷൻ ഉണ്ടല്ലോ. ഒന്നാമത്താണ് പോളീൻ ആൻറ്റിബയോട്ടിക്സ്, അല്ലേ. പോളീൻ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അതിലേതൊക്കെ വരിക? ഈ പറയുന്ന ആംഫുഡറിസിൻ ബി ഉണ്ട്, അതിൽ നൈസ്റ്റാറ്റിൻ വരുന്നുണ്ട്, ഹാമൈസിനൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ എന്താണ്? പോളീൻ ആൻറ്റിഫംഗൽ ആൻറ്റിബയോട്ടിക്സ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി ഏതാണ്? എക്കിനോ ക്യാൻഡിൻ ഡെറിവേറ്റീവ്സ്, അല്ലെ, എക്കിനോ ക്യാൻഡിൻസ്. അതിനാണ് കാസ്പോ ഫഞ്ചിനിസ്, അതുപോലെ തന്നെ എന്താണ് അനിഡുല ഫഞ്ചിനൊക്കെ വരിക. മൂന്നാമത്തെയാണ് നമ്മൾ ഈ പറഞ്ഞ ഹെട്രോസൈക്ലിക് ആയുള്ള ബെൻസോഫ്യൂറാൻ ഡെറിവേറ്റീവ്സ്. അതിന് എക്സാമ്പിൾ ഏതാണ്? ഗ്രിസിയോഫൾവിൻ, അല്ലെ, ഗ്രിസിയോഫൾവിൻ ആണ് വരിക. സോ ഇതെല്ലാം ഡയറക്റ്റ് ക്ലാസിഫിക്കേഷനിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. സോ ഗ്ലിസിയോഫൾവിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൻറ്റിഫംഗൽ ആൻറ്റിബയോട്ടിക് ആണ്. നൈസ്റ്റാറ്റിനും അതെ, ആംഫുഡറിസിനും ബിയും അതെ. സോ അതല്ലാത്ത ആരാണ്? ടൊൾനാഫ്റ്റേറ്റ്. ഓക്കെ, സോ ഇതിന് ആൻസർ ഇതാണ് ടൊൾനാഫ്റ്റേറ്റ്. ടൊൾനാഫ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോപ്പിക്കലായിട്ട് കൊടുക്കുന്ന ആൻറ്റിഫംഗലാണ് കേട്ടോ. ടൊൾനാഫ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ആൻറ്റിബയോട്ടിക്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പ്രൊഗ്വാനിൽ ഈസ് ട്രൂ. പ്രൊഗ്വാനിനെ കുറിച്ച് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേസ് ഇൻഹിബിറ്റർ. ഇറ്റ്സ് ആക്റ്റീവ് ഫോം ഈസ് സൈക്ലോഗ്വാനിൽ, യൂസ്ഡ് ഫോർ ബോത്ത് പ്രൊഫൈലാക്സിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മലേറിയ, ഓൾ ഓഫ് ദ എബോ. പ്രൊഗ്വാനിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നത്? മലേറിയയുടെ ട്രീറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേസ് ഇൻഹിബിറ്റർ ആണ്. അതെ, കറക്റ്റാണ് അല്ലേ. സോ ഇതൊരു പ്രോഡ്രഗ് ആണ്. നമുക്ക് പ്രൊഗ്വാനിൽ ഈസ് എ പ്രോഡ്രഗ് ആണ്. സോ അതിൻ്റെ ആക്റ്റീവ് ഫോമിൻ്റെ പേരെന്താണ്? സൈക്ലോഗ്വാൻ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിനും പ്രൊഫൈലാക്സിസിനും ഇത് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. ബൈവാക്സിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാൽസിപാരത്തിൻ്റെയോ ഒക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റിനും കൊടുക്കാൻ പറ്റും, പ്രൊഫൈലാക്സിസിനും നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബോ. ഓക്കെ, ഓൾ ഓഫ് ദി എബോ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാർബനിസിലിൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഏത് ടൈപ്പ് ഓഫ് ഇത്? കാർബനിസിലിൻ നമുക്കറിയാം പെൻസിലിനാണ്, അല്ലേ. ഏത് ടൈപ്പ് ഓഫ് പെൻസിലിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറൽ പെൻസിലിനാണോ, പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് പെൻസിലിനാണോ, ആൻറ്റി സൂഡോമോണൽ പെൻസിലിനാണോ, ആസ് സ്റ്റേബിൾ പെൻസിലിനാണോ? സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻറ്റി സൂഡോമോണൽ പെൻസിലിനാണ്. സോ ഞാൻ പറഞ്ഞു ഇതിൽ എല്ലാത്തിലും ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ തന്നെ ചോദിച്ചിരിക്കുകയാണ്. സോ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ പെൻസിലിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ നാച്ചുറൽ പെൻസിലിൻസ് ഏതൊക്കെയാണ്? അതായത് പെൻസിലിൻ ജി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊക്കെയിൻ പെൻസിലിൻ ജി, ബെൻസാത്തിൻ പെൻസിലിൻ ജി, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ പെൻസിലിന് എക്സാമ്പിളാണ്. പെൻസിലിൻ ജി ഒക്കെ വരുന്ന കാറ്റഗറി. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് പെൻസിലിൻ ഏതാണ്? ബീറ്റാ ലാക്ടമേസ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ പെൻസിലിനേസ് റെസിസ്റ്റൻറ്റ് പെൻസിലിൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരിക? സോ ദാറ്റ് ഈസ് മെത്തിസിലിൻ. നമുക്കറിയാം മെത്തിസിലിൻ ഉണ്ട്, അല്ലേ. മെത്തിസിലിൻ ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട് ഓക്സാസിലിൻ ഉണ്ട്, അതുപോലെ തന്നെ ക്ലോക്സാസിലിൻ ഉണ്ട്, ഡൈക്ലോക്സാസിലിൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആസിഡ് സ്റ്റേബിൾ പെൻസിലിൻ. അതായത് ആസിഡ് സ്റ്റേബിൾ ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് പെൻസിലിൻ വി. പെൻസിലിൻ നമ്മൾ വി എന്ന് പറയുന്നത് പെൻസിലിൻ വി. ഓക്കെ, സോ ഇതിന് ഒരു കാര്യമുണ്ട്, ഫിനോക്സി മീഥൈൽ പെൻസിലിൻ നമ്മളിതിനെ വിളിക്കും. ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓറലി കൊടുക്കുന്ന പെൻസിലിൻ ഏതാണ്? സോ ഓറലി കൊടുക്കുന്ന പെൻസിലിൻ ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ഈ പെൻസിലിൻ വി ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഓപ്ഷൻ ഏതാണ്? ഇത് ഞാൻ പറഞ്ഞു ആൻറ്റി സൂഡോമോണൽ പെൻസിലിൻ എന്ന് പറഞ്ഞു. അത് ഈ കാർബനിസിലിൻ എന്ന് പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്? കാർബോക്സി പെൻസിലിനാണ് കേട്ടോ. കാർബോക്സി പെൻസിലാണ് കാർബനിസിലിൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആ ക്ലാസിഫിക്കേഷൻ ഉള്ളവരും, അതുപോലെ യുറിഡോ പെൻസിലിൻ എന്ന് പറഞ്ഞൊരു വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് താഴെ. ഇതൊക്കെ എക്സ്റ്റൻഡ് സ്പെക്ട്ര കേട്ടോ. യുറിഡോ പെൻസിലിൻ, ഈ 2 പേര് നമുക്ക് ഈ സൂഡോമോണസ് ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, സൂഡോമോണസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്, അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇവരെ ആൻറ്റി സൂഡോമോണൽ പെൻസിലിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ നേരിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 5-fluorouracil ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എന്നിട്ടുണ്ട്, കോളോറക്ടൽ ക്യാൻസർ ഉണ്ട്, ബേസൽ സെൽ ക്യാൻസർ ഓഫ് ദ സ്കിൻ ഉണ്ട്, ഓൾ ഓഫ് ദ എബോ. 5-fluorouracil എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി ക്യാൻസർ മെഡിക്കേഷൻ ആണ്, അല്ലേ. ഇറ്റ് ഈസ് എ പിരമിഡിൻ ആൻറ്റഗോണിസ്റ്റ്. പിരമിഡിൻ ആയിട്ടുള്ള ആൻറ്റഗോണിസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ആൻറ്റി മെറ്റബോളൈറ്റ് ആണ് പിരമിഡിൻ ആൻറ്റഗോണിസ്റ്റ്. ഓക്കെ, ആൻറ്റഗോണിസ്റ്റ് ആണ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. സോ ഇത് എന്തിൻ്റെയൊക്കെ ക്യാൻസറിന് ഉപയോഗിക്കുന്നുണ്ട്? ഈ എല്ലാ ക്യാൻസറിനും ഉപയോഗിക്കുന്നുണ്ട്. സോ ആൻസർ ഡി ആണ് വരിക കേട്ടോ. അസാതയോപ്രിൻ ഈസ് എ ഹെട്രോസൈക്ലിക് ഡെറിവേറ്റീവ് ഓഫ്
5-fluorouracil, 6-mercaptopurine, methotrexate, none of the above. അസതയോപ്രിൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ ആൻറ്റി ക്യാൻസർ ഡ്രഗാണ്. സോ ഇതൊരു പ്യൂരിൻ ആൻറ്റഗോണിസ്റ്റ് ആണ്. ക്ലാസിഫിക്കേഷനിൽ നമുക്ക് നോക്കും മനസ്സിലാവും. ഇത് ആൻറ്റി മെറ്റബോളൈറ്റ് ആണ്, പ്യൂരിൻ ആൻറ്റഗോണിസ്റ്റ് ആണ്. ഓക്കെ, സോ അതിൻ്റെ ഹെട്രോസൈക്കിൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, 6-mercaptopurine. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനിറ്റോൾ ഈസ് മെയിൻലി യൂസ്ഡ് ബൈ ഇൻട്രാവിനസ് ഇൻഫ്യൂഷൻ ആസ്. എന്തൊക്കെയായിട്ടാണ് ഉപയോഗിക്കുന്നത്? കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണോ, പൊട്ടാഷ്യം സ്പാരിൻ ഡയറോട്ടിക് ആണോ, ഓസ്മോട്ട് ഡയറോട്ടിക് ആണോ, തൈസ ഡയറോട്ടിക് ആണോ? സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓസ്മോട്ട് ഡയറോട്ടിക് ആണ് മാനിറ്റോൾ എന്ന് പറയുന്നത് അല്ലേ. കാർബൺ അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അസെറ്റസോളമൈഡ്, ഡോർസോളമൈഡ് അങ്ങനത്തെ മെഡിക്കേഷനാണ് വരിക. ഇത് ശരിക്കും മാനിറ്റോൾ ശരിക്കും എന്താണ്? ഓസ്മോട്ട് ഡയറോട്ടിക് ആണ്. ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓസ്മോട്ട് ഡയറോട്ടിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി അഡ്മിനിസ്റ്റർ ഓറലി കൊടുക്കാൻ പറ്റുന്നത് ആരാണ് അല്ലേ. സോ നമുക്ക് നോക്കാം, അഡ്രിനാലിനാണോ, നോർ അഡ്രിനാലിനാണോ, ഐസോപ്രനാലിനാണോ, സാൽബുട്ടാമോളാണോ? ഇതും അറിയാം, സാൽബുട്ടാമോൾ അല്ലേ. സാൽബുട്ടാമോൾ ഓറലി കൊടുക്കാൻ പറ്റും. നമുക്കറിയാം ആസ്താലിൻ്റെ ഒക്കെ ടാബ്ലറ്റ് കണ്ടിട്ടുണ്ട്, ആസ്താലിൻ ടാബ്ലറ്റ് ഒക്കെ 4 mg ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സോ ഇതാണ് ഓറലി കൊടുക്കുന്നത്. സോ ഇതിന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അഡ്രിനാലിൻ നമുക്കറിയാം എന്താണ് നമുക്ക് കൊടുക്കും, അനഫിലാറ്റിക് റിയാക്ഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്രിനാലിൻ കൊടുക്കും അല്ലേ. അപ്പോൾ ഈ അനഫിലാറ്റിക് ഷോക്കൊക്കെ ഉണ്ടാകുമ്പോൾ അഡ്രിനാലിൻ ഏത് റൂട്ടാണ് കൊടുക്കുന്നത്? IM റൂട്ട്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. അതുപോലെ അഡ്രിനാലിൻ നമുക്ക് സബ്ക്യൂട്ടേനിയസ് കൊടുക്കുന്നുണ്ട്, IV ഉണ്ട്. സോ അതൊക്കെ എപ്പോഴാണ്, ഏത് കണ്ടീഷനാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോണോഅമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റിംഗ് ആൻഡ് ഡിപ്രസൻറ്റ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇമിപ്രമിൻ, ഫെനൽസിൻ, അമിട്രിപ്റ്റിലിൻ, നോട്രിപ്റ്റിലിൻ. അത് 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. സോ ഇതിൽ മാവോ ഇൻഹിബിറ്റർ ഏതാണെന്നാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത്. മാവോ ഇൻഹിബിറ്ററാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ മാവോനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. മാവോ ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് മാവോ ഉണ്ട്. മാവോ എ ഇൻഹിബിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ മാവോ ബി ഇൻഹിബിറ്റർ ഉണ്ട് അല്ലേ. മാവോ എ ഇൻഹിബിറ്ററാണ് നമ്മൾ ശരിക്കും ആൻറ്റി ഡിപ്രസൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാവോ ബി ഇൻഹിബിറ്ററാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പാർക്കിൻസോൺസത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാവോ എ ഇൻഹിബിറ്ററിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? മൊക്ലോബമൈഡ് എന്ന് പറയുന്നുണ്ട്, അതിൽ തന്നെ ക്ലോർജിലിൻ. ഓക്കെ, ക്ലോർജിലിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ഫെനൽസിൻ. ഇതൊക്കെ മാവോ എ ഇൻഹിബിറ്ററാണ്. ഓക്കെ, മാവോ ബി അപ്പോൾ ഏതൊക്കെയാണ്? സെലിജിലിൻ എന്ന് പറഞ്ഞ ഡ്രഗ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ രസാജിലിൻ നമ്മൾ പാർക്കിൻസോൺസത്തിൽ കൊടുക്കുന്നതാണ് അല്ലേ. ഈ ഡ്രഗൊക്കെ മാവോ ബി ഇൻഹിബിറ്റേഴ്സാണ്. ഓക്കെ, സോ ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമിന് കണ്ടിട്ടുണ്ട് സെലിജിലിൻ ഏത് ടൈപ്പ് ഓഫ് ഇൻഹിബിറ്ററാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ എന്ത് തരും? മാവോ എ തരും, മാവോ ബി തരും, കോംറ്റ് തരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും എ ആണോ ബി ആണോ എന്ന്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. A ഫോർ ആൻറ്റി ഡിപ്രസൻസിനാണ് ഉപയോഗിക്കുക, B ഫോർ ദ പാർക്കിൻസോണിസം. സോ നമുക്ക് അല്ലെങ്കിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ഇമിപ്രമിൻ ആയിക്കോട്ടെ, അമിട്രിപ്റ്റിലിൻ ആയിക്കോട്ടെ, നോട്രിപ്റ്റിലിൻ ആയിക്കോട്ടെ, ഇതൊരു ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലേ. സോ അതല്ലാത്ത ആളാരാണ്? ഫെനലിസിനാണ്. സോ അങ്ങനെ നമുക്ക് നോക്കാം, പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവുക കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇതിൽ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബെൻസോഡയസെപ്പിൻ ഡെറിവേറ്റീവ്? അതല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ ക്ലോഡൈസെപ്പോക്സൈഡ്, ഡയസെപ്പാം, ലൊറാസെപ്പാം, മെപ്രോബമൈറ്റ്. ഇത് ഏതാണ് ആൻസർ? ഇതാണ്, മെപ്രോബമൈറ്റ് ആണ് അല്ലേ. ബാക്കിയെല്ലാം ബെൻസോഡയസെപ്പിൻ ഡെറിവേറ്റീവ് തന്നെയാണ്. മെപ്രോബമൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ കാർബമൈറ്റ് ഡെറിവേറ്റീവ് ആണ് വരിക. ഓക്കെ, സോ അത് നമ്മൾ ആൻസൈറ്റിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രഗ് തന്നെയാണ്, സെഡേറ്റീവ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് ദർ ഇസ് എ ഹൈ റിസ്ക് ഓഫ് ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ട് കേട്ടോ. സോ നമ്മൾ ഇത് വെച്ചിട്ട് ഞാൻ ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ. സോ താങ്ക് യു സോ മച്ച്.